3 കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന ഒരു വീട് റീസണബിൾ ആയ ഒരു റേറ്റിൽ അത്യാവശ്യം നല്ല ലാൻഡ് അളവില് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നമുക്ക് വീട് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. 5350 ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് വരുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. 1900 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ സൗകര്യങ്ങളോടും കൂടി റീസണബിൾ ആയ ഒരു റേറ്റിലാണ് ഇന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത്. ചുറ്റിലുമുള്ള വീടുകളിലെല്ലാം തന്നെ ആളുകൾ താമസമുള്ളതാണ്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മതിലൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിന്നേ തന്നെ നമുക്ക് ഭംഗിയുള്ള ചെടികളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മെയിൻ പില്ലറുകളിലൊക്കെ ആണെങ്കിൽ ഷോലാമ്പുകൾ വരുന്നുണ്ട്. ഗേറ്റിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ അറിയാം, ഈ ഒരു മോഡലിലാണ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. 5350 സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ വീടിനകത്ത് നമുക്ക് ലാവിഷ് സ്പേസ് ആണ്. ഭംഗിയുള്ള ഒരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടുമടുത്തതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് വരുന്നത്. ക്ലാഡിംഗ് ടൈലുകൾ വരുന്നുണ്ട്. ഒരുപാട് നമുക്ക് DA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം തോന്നുന്ന ഒരു വീട് എന്നൊക്കെ പറയുന്നത് അതേ ഒരു കാറ്റഗറിയിലാണ് ഇതിന്റെ എലിവേഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസ് വരുന്നുണ്ട്, സാധാരണ നോർമൽ സ്റ്റോൺസ് വരുന്നുണ്ട്, ടൈല് വരുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടൊക്കെയാണ് ഓരോരോ പോർഷനുകൾക്ക് സ്യൂട്ടബിൾ ആയ രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയൊരു ഷോ വോൾ ഉണ്ട്. അവിടെയായിട്ട് നമുക്ക് നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഈ ഒരു ഭാഗത്തും പ്ലാന്റ് ബോക്സ് ഒക്കെ കൊടുത്തിട്ട് അതെല്ലാം തന്നെ നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാം. കവേഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ ഒന്നാമത്തെ കാറും ബാക്കിയുള്ള ഓപ്പൺ സ്പേസുകളിൽ 2 കാറുകളും. ടോട്ടൽ നമുക്ക് 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നമുക്ക് കാർ പോർച്ചിന്റെ ആ ഒരു പോർഷന്റെ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ വോള് നോക്കുവാണെങ്കിൽ ജാലി ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അതുപോലെ വീട് കംപ്ലീറ്റ് ആയിട്ട് പല ഷേപ്സിലുള്ള ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും പ്ലാന്റ് ബോക്സുകളുണ്ട്. അവിടെ എല്ലാം കംപ്ലീറ്റ് ചെടികളാണ്. നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും കാണാം നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന അലക്കുകല്ലിന്റെ പർപ്പസിന് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് നോക്കിയാലും ചെടികൾ നടാനായിട്ട് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ചുറ്റിനും നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കിച്ചണിന്റെ പോർഷൻ ആണ്. ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള കേജ് ഉണ്ട്. കിണർ ഇവിടെയായിട്ട് കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. സിറ്റ് ഔട്ടിന്റെ ഏരിയ മുറ്റമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ സ്പേഷ്യസ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഇവിടെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ഒരു 3ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു വിഡ്ത്തും ലെങ്ത്തും ഉള്ള സിറ്റ് ഔട്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ തന്നെ പൈപ്പിന്റെ വർക്കുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് മെയിൻ ഡോർ വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. നമുക്ക് പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ നിന്നാണ് മെയിൻ ഡോർ തുറന്നു വന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ്. ഈ കാണുന്ന സ്പേസുകളെല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. ചെറിയൊരു അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള നല്ലൊരു ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ടി വി വെക്കാനായിട്ട് ഇവിടെ നല്ല അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ വരുന്നുണ്ട്. പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഫ്ലോർ ടൈലിന് മാച്ച് ആയ രീതിയിൽ തന്നെയാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും പാനലിംഗ് വർക്കുകളും ഒക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂമിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഷോക്കേസ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്, ഡോൾസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ GM-ലും സ്നൈഡറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 7.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഇതുപോലെ നമ്മളുടെ പ്രാർത്ഥിക്കുന്ന ദൈവമാരാണ് അവരുടെ ഒരു നല്ല ഫോട്ടോസും ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കബോർഡുകളാണ് കിട്ടുന്നത്. 12 അടി നീളവും 7.5 അടി വീതിയുമാണ് ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന സ്പേഷ്യസ് ആയ ഒരു ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. സാധാരണ വീടുകളിൽ ക്രോക്കറി ഷെൽഫ് പേരിനായിരിക്കും ഉണ്ടാവുക. ഇതിൽ ആവശ്യമായിട്ട് നമുക്ക് നല്ലൊരു ക്രോക്കറി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ലാവിഷ് ആയിട്ട് തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യാവുന്ന നല്ലൊരു സ്പേസും വലിയ 2 ഡ്രോസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഫാൻ ഫെസിലിറ്റി വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഡിസൈനുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സിറ്റ് ഔട്ടിലെ കണ്ട സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽസ് ഒക്കെ സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനും ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല സേഫ് ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. നല്ല ഡിസൈനുള്ള ടൈലാണ്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ ജാഗ്വാറിന്റെ ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വോളിന് പകരം ഭംഗിയായിട്ടുള്ള പാനലിംഗ് ആണ്. അതും ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും അഴുക്കാവില്ല. പെട്ടെന്ന് നമ്മളൊന്ന് വാഷ് ചെയ്ത് കൈ പിടിച്ചാൽ പോലും നമുക്കത് വൈപ്പ് ചെയ്ത് കളയാവുന്ന രീതിയിൽ കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ക്ലോസ്ഡ് കിച്ചൺ ആണ്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസ്സിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വാസ്തുപരമായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ഉണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് വാസ്തുപരമായിട്ട് തന്നെ കുക്ക് ചെയ്യാം. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ആണ്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. താഴെയാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇവിടെയായിട്ട് നമുക്ക് എലീക്കയുടെ ഒരു ചിമ്മിണി കിട്ടുന്നുണ്ട്. കിച്ചൺ സ്പേഷ്യസ് ആണ്. ഈ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും നമുക്ക് നല്ലൊരു കിച്ചൺ ക്യാബിനറ്റ് കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫെസിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഇവിടെയും ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മൊറോക്കൻ ടൈൽസ് ആണ്. 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. താഴെയും മുകളിലും നമ്മുടെ കിച്ചൺ പോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ മുകളിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ കിച്ചണിന്റെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. അത് നമുക്ക് കഴുകി വാഷ് ചെയ്ത ഡ്രസ്സുകൾ പുറത്തിടാനായിട്ട് നിങ്ങൾക്ക് ലാവിഷായ സ്പേസ് ആണ് പുറത്തേക്ക് കാണുന്ന ഓപ്പൺ സ്പേസിലൊക്കെ തന്നെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 10 അടി നീളവും 9 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള കളറുള്ള പെയിന്റ്സ് ആണ് വീടിനകത്തും പുറത്തും യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് നമുക്ക് ക്രീം ഷെയ്ഡിൽ തന്നെയാണ് വാർഡ്രോബിന്റെ കളറുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിലും ചെറിയിലും ഒക്കെ ആയിട്ടാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു നോക്കാം. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂമാണ്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത്. 2 സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയ വർക്കുകളും ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. സെയിം കളർ കോമ്പിനേഷനും മോഡലൊക്കെ തന്നെയാണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ജെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് മെത്തേഡിലാണ് വിൻഡോസ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായ ഡിസൈനിലാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള പെയിന്റിങ്സ് വെക്കാനോ ഫ്ലവേഴ്സ് ഒക്കെ ഹാങ്ങിങ് ആണ് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ നമ്മൾ കയറി വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗിൽ ഇവിടെയാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും ടി വി വെക്കാനുള്ള ബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പാനലിംഗ് ആണ്. താഴെ നമുക്ക് ക്ലോസ്ഡ് കബോർഡുകൾ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വർക്കുകൾ വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് വരുന്നത്. അപ്പർ ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പറ്റുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ്. 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കവേർഡ് ബാൽക്കണി ഓപ്പൺ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കവേർഡ് ബാൽക്കണി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ജാളി വർക്കുകളും മുകളിലെ PVC പാനലിങ്ങും നല്ല ഡിസൈനും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് നമുക്ക് ഹാൻഡ് റൈൽസ് വരുന്നത്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു വോള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ്. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയാൽ താഴേക്ക് ചെല്ലുന്നത് ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. അവിടെയും നമുക്ക് ഹാൻഡ് റൈൽസ് സേഫ് ആയിട്ട് വരുന്നുണ്ട്. ചെടിച്ചട്ടികൾ വെക്കാനും സാധനങ്ങൾ ഡ്രൈ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കൂടി വേറെ കാണാനുണ്ട്. ഇവിടെ ഒരു റീഡിംഗ് റൂമും കിട്ടുന്നുണ്ട്. റീഡിംഗ് റൂം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. 10 അടി നീളത്തിലും 8 അടി വീതിയിലുമാണ് ഈ കാണുന്ന റീഡിംഗ് റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് കബോർഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. കുട്ടികളുടെ റീഡിംഗ് പർപ്പസിനായിട്ടോ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്കൊരു അയൺ ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എന്ത് ആവശ്യത്തിനായിട്ടും ഈ റൂം യൂസ് ചെയ്യാം. ഇത് 2 റൂഫിൽ നോക്കുവാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി 3ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം തന്നെയാണ്. വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 14.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ്. റൂഫിൽ നോക്കിയാൽ നല്ല രീതിയിൽ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈനും കൂടെ വരുന്ന രീതിയിലുള്ള ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സ്പേഷ്യസ് ആണ്. ഇവിടെ ഫിറ്റിംഗ്സ് വരുന്നത് ജെറയുടെ തന്നെയാണ്. ഈ ഒരു വീട്ടിലെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ ഒരു ഡ്രോർ കൂടി കിട്ടുന്നുണ്ട്. വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്പേഷ്യസ് ആണ്. ഭംഗിയായിട്ട് ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും സ്പേഷ്യസ് ആണ്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ ഫെസിലിറ്റിയും മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് വരുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കണ്ടു കഴിഞ്ഞു. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിലേക്ക് നമുക്ക് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് ലാൻഡ് അളവ് കൂടുതലാണ്. 5,350 ആണ് ലാൻഡ് അളവ് വരുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ആക്സസിബിലിറ്റീസ് അറിയണ്ടേ? ഇവിടെ നിന്ന് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കളക്ടറേറ്റിലേക്ക് 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 8.5 കിലോമീറ്റർ. കളമശ്ശേരി കുസാറ്റിലേക്ക് 6.5. ഇടപ്പള്ളി ഭാഗത്തേക്ക് 8 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്റർ ആണ്. ഡിസ്റ്റൻസ് മനസ്സിലായി. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ 3 കാറുകൾക്ക് ഈ ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാം. കിണർ വെള്ളമുണ്ട്. വാസ്തുപരമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റിലും നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഓൾറെഡി പ്ലാന്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഇനിയും വയ്ക്കാനായിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. 5,350 ആണ് ലാൻഡ് അളവ്. 5.35 സെന്റിൽ 1,900 സ്ക്വയർ ഫീറ്റ്. 1,900 സ്ക്വയർ ഫീറ്റ് 4 BHK ആണ്.
4 ബെഡ്റൂമുകൾ കൂടാതെ റീഡിംഗ് റൂം കൂടി കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. 2 കിച്ചണുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റിനും നല്ല സ്പേസും കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരുപാട് വലിയ പ്രൈസ് ഒന്നുമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. വലിയ വീടുകളും വലിയ ലാൻഡ് അളവുകളും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും വീടിന്റെ പ്രൈസും അതുപോലെ ഹൈ ആണെന്നുള്ളത്. നിങ്ങൾ വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രൈസ് അറിയാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കൂ, വിളിക്കൂ, വീടിന്റെ പ്രൈസ് അറിയൂ. വീട് സ്വന്തമാക്കാനായിട്ട് ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.